ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രഷർ പമ്പിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഷർ പമ്പ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത്, ഏത് രീതിക്കാണ് ഫിറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഗൾഫിലേക്ക് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഗൾഫിൽ ഫ്ലാറ്റിലായിക്കോട്ടെ, അതിനൊക്കെ വില്ലയിലായിട്ട് നമ്മൾ താമസിക്കുന്ന റൂമിലായിക്കോട്ടെ, നമുക്ക് നോർമലായിട്ട് നമ്മൾ വീട്ടിലേക്കൊക്കെ ടാങ്ക് മേൽ വെച്ചിട്ട് അതിന് നോർമലായിട്ടുള്ള ലൈൻ പ്രഷറിലായിരിക്കും നമുക്കിവിടെ വെള്ളം വരണം. നമുക്കിവിടെ നല്ല ഫാസ്റ്റിലാണ് വെള്ളം വരണം. അതായത് നമ്മൾ ഇപ്പോൾ ടാങ്കിൽ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന ലൈനിൽ നമ്മൾ പ്രഷർ പമ്പ് ഫിറ്റ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാങ്ക് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പമ്പ് വർക്കായും ആ ടാപ്പ് അടയ്ക്കുമ്പോൾ അതായത് പൈപ്പ് അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പമ്പ് ഓഫായാണ് ചെയ്യുന്നത്. അതിന് പ്രഷർ സ്വിച്ചൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പം നാട്ടിലൊക്കെ തന്നെ പുതിയ വലിയ വലിയ വില്ലകളിലും അതിനൊക്കെ ഫ്ലാറ്റിലൊക്കെ ഈ സിസ്റ്റത്തിലാണ് അവർ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീട്ടിലൊക്കെ അപ്പം നിങ്ങളെ നാട്ടിലെ വീട്ടിലൊക്കെ എത്തി നിങ്ങൾ ടാങ്ക് വെച്ച് ഒരു നിലയൊക്കെ ഉള്ളവർക്ക് ആ ടാങ്കിൽ നിന്നുള്ള ചെറിയ പ്രഷർ കാണണം. അപ്പം നിങ്ങൾ പ്രഷർ കൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് പ്രഷർ പമ്പ് മേടിച്ച് നിങ്ങളെ വീട്ടിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ബാത്റൂമിലും അതിനൊക്കെ വീട്ടിലൊക്കെ നല്ല അടിപൊളി ഒരു സൂപ്പർ നമുക്ക് അതായത് പ്രഷറൊക്കെ നമ്മൾ 30, 40, 50 ബാറൊക്കെ നമുക്ക് ഇത് പ്രഷർ കൂട്ടി വയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് എത്ര പ്രഷർ വേണോ ആ പ്രഷർ അനുസരിച്ച് നമുക്ക് ഈ പ്രഷർ പമ്പിൻ്റെ പ്രഷർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അടിപൊളിയായിട്ട് അത് നമുക്ക് വീട്ടിലൊക്കെ സൂപ്പറായിട്ട് നല്ല പ്രഷറിൽ തന്നെ വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലംബറേയും സഹായമില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് പ്രഷർ പമ്പ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മേടിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് എന്തൊക്കെ സാധനം വേണമെന്നുള്ള എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എഴുതി വരെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ സാധനമാണ് എവിടെയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണമെന്ന്. വൺ ബൈ വൺ ആയിട്ട് തന്നെ അതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്കത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മനസ്സിലാവും. വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായോ നിങ്ങളുടെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത ബെല്ലൈക്കൻ ആളാക്കിയാലും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരക്കിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു. നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ കാണുക. അതിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരെ കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ എങ്ങനെയാണ് ഈ പ്രഷർ പമ്പ് ഫിറ്റ് ചെയ്യണം എന്നുള്ളത് വീഡിയോയിലേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പറഞ്ഞ കണക്ക് നിങ്ങളിപ്പോൾ ഇൻഡോയിൽ കണ്ടെങ്കിൽ ഇതാണ് നമ്മൾ പ്രഷർ പമ്പ്, ഒരു HP. ഇത് നമ്മളെ നോൺ റിട്ടേൺ വാൽവാണ്. ഈ നോൺ റിട്ടേൺ വാൽവ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് വർക്കാവുന്നത്, നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെ ഒരു പ്രഷർ പമ്പ് നമ്മളെ മെയിൻ ലൈനിൽ പ്രഷർ ഇല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇത് ലെന്തായ വീഡിയോ ആണ്. നിങ്ങൾ ആ ലെന്തായ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വീട്ടിലെ പ്രഷർ പമ്പ് കറക്റ്റ് നിങ്ങൾക്ക് ഒരു പ്ലംബറേയും സഹായമില്ലാതെ ഇതിനെക്കുറിച്ച് പണി അറിഞ്ഞുകൂടെങ്കിൽ പോലും നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സാധനം മേടിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ടാങ്കിലത്തെ വെള്ളം ഫുൾ ആയി കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഓവർഫ്ലോ ആയിരിക്കായി നമ്മൾ ബോൾ വാലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഒരു റെഡ് കളറും അതിൻ്റെ ഒരു റൗണ്ട് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ പമ്പിൽ വരുന്ന 1 ഇഞ്ചും എൻ്റെ ഔട്ട് അതായത് മെയിൻ ലൈൻ വരുന്ന 3/4 ഇഞ്ച് ആയതുകൊണ്ട് 3/4 to 1 ഇഞ്ചിൻ്റെ കോപ്പർ ഡീസറിഞ്ഞായിട്ട് അപ്പോൾ പമ്പ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന എല്ലാ സാധനങ്ങളും വേണം, എന്നാലും നമ്മൾ പമ്പ് കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പം 1 ഇഞ്ചിൻ്റെ നിബിള്, അതിനൊക്കെ നോൺ റിട്ടേൺ വാൽവ്, അതിൻ്റെ ബ്ലാഡറൊക്കെ ഫിറ്റ് ചെയ്യുന്ന, അതായത് പ്രഷർ ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന കണക്ടർ, ഗേജ്, പ്രഷർ സ്വിച്ച്, അതായത് പ്രഷർ ടാങ്ക്, ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രഷർ പമ്പ് വർക്കാവുന്നത്. ഇതിൽ ഇനി എങ്ങനെയൊക്കെ ഇതാണ് ഫിറ്റ് ചെയ്യുന്നത്, ഇത് ഫിറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നിങ്ങൾ ഈ പുതിയ പമ്പൊക്കെ ചെയ്യുമ്പോൾ വൈറ്റ് ടൈപ്പ് എടുത്തതിന് ശേഷം, അതായത് വൈറ്റ് ടൈപ്പ്, അതായത് ടെഫ്ലോൺ ടൈപ്പ്, അതെടുത്തിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യണ സമയത്ത് അതിനെ ടൈറ്റ് ചെയ്യണം. അത് നല്ല രീതിക്ക് അടിക്കണം. എന്ന് വെച്ചാൽ ഇത് എവിടെയെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം ഇളക്കിയിട്ട് നിങ്ങൾക്ക് രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സെറ്റ് ചെയ്ത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നല്ല രീതിക്ക് തന്നെ വൈറ്റ് ടൈപ്പ് അടിച്ചിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യും. എൻ്റെ ഇഷ്ടപ്പെട്ട ടൂൾസ് സ്പാനറും സ്ക്രൂ സ്പാനറൊക്കെ ഉണ്ടെങ്കിൽ ചിറ്ററാണ്. അത് ചിറ്റർ ക്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ലിപ്പ് ആവത്തില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വലിച്ച് ടൈറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ നമ്മളെ സോക്കറ്റ് അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ടൈപ്പ് അടിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അടിപൊളിയായിട്ട് ഇപ്പോൾ സൂപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണക്ക് വൈറ്റ് ടൈപ്പ് അടിച്ച് ചെയ്ത് ടൈറ്റ് ചെയ്യും. അത് കണക്ക് ഇതിൻ്റെ നോൺ റിട്ടേൺ വാൽവ് ഇതിൽ നമ്മൾ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് ആ സൈഡിലോട്ട് തന്നെ ഇതിൻ്റെ ആരോ വയ്ക്കണം. ഞാൻ ഈ കാണിച്ച കണക്ക് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ആരോ മേലോട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് എനിക്ക് വെള്ളം മേലോട്ടായി കിട്ടുകയെന്നുള്ളത്. ഈ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വർക്കാവത്തില്ല, വെള്ളം വരത്തില്ല. അപ്പോൾ ഇത് മേലോട്ട് വേണം പോകാനുള്ള. അപ്പോൾ നമ്മൾ അതിൻ്റെ ആരോ നോക്കി മേലോട്ട് തന്നെ വെള്ളം എങ്ങോട്ടാണ് പോകാനുള്ള ആ സൈഡിലോട്ട് തന്നെ ഇതിൻ്റെ ആരോ വയ്ക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വെള്ളം വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ ഈ റൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ കുത്തുമ്പോൾ ഇതിനൊക്കെ വെള്ളം പ്രഷർ കയറിയിട്ട് മേലോട്ട് പൊങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് താഴോട്ട് വരത്തില്ല. അത് മേലോട്ട് പൊങ്ങിയ വെള്ളം തിരിച്ച് താഴോട്ട് പമ്പിലോട്ട് വരത്തില്ല. അങ്ങനെയാണ് നമ്മൾ പ്രഷർ പമ്പ് വർക്കാവുന്നത്. നിങ്ങൾ ഇവിടെ കാണാൻ ഇപ്പോൾ വെള്ളം അതിൻ്റെ അകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം കറക്റ്റ് വരണ സമയത്ത് ഇത് കണക്ക് പ്രഷർ വന്ന് വെള്ളം വരുന്ന സമയത്ത് ഇത് ഞാൻ കറക്റ്റ് താഴോട്ട് താരുകയും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ നിന്ന് വെള്ളം പോകണ കാണാൻ പറ്റും. അതേ കണക്കാണ് ഈ പ്രഷർ പമ്പ് വർക്കാവുന്നത്. വെള്ളം ആ മേലോട്ട് നമ്മൾ ആര് വയ്ക്കുന്ന സമയത്ത് ആ വെള്ളം വരുന്ന സമയത്ത് മേലോട്ട് പൊങ്ങിയാണ് മേലോട്ട് വെള്ളം വരുന്നത്. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം മേലോട്ട് വരത്തില്ല. അതുകൊണ്ട് എങ്ങോട്ടാണ് നമ്മൾ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ റിട്ടേൺ വാൽവിൽ വെള്ളം എങ്ങോട്ടാണ് നമുക്ക് പ്രഷർ പോകാനുള്ളത് ആ സൈഡിലോട്ട് തന്നെ ആരോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി.
ഞാൻ ഇപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ നമ്മളിവിടെ പമ്പിൽ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിട്ടിട്ടാണ് ടൈറ്റ് ചെയ്യണത്. നല്ല രീതിക്ക് ഞാൻ ഇവിടെ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം, ഇപ്പോൾ വലിച്ചാണ് ടൈറ്റ് ചെയ്യണത്. എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ വലിച്ച് ടൈറ്റ് ചെയ്യുക, എന്നാലേ ലീക്ക് വരാതിരിക്കുള്ളൂ. ലീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിതെല്ലാം റിട്ട ഇളക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് തന്നെ ടൈറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണാം, അതിപ്പോൾ നമ്മൾ കറക്റ്റ് സെറ്റപ്പായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലീക്ക് വരത്തില്ല. നിങ്ങളിപ്പോൾ പമ്പ് ഓണാക്കി കാണാം, അത്രയും വൈറ്റായി പഠിച്ചാൽ സെറ്റ് ചെയ്യണം. അതിൻ്റെ ആരോ മേലോട്ട് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ലീക്കൊന്നും വരത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിൻ്റെ കണക്ടറാണ് ഫിറ്റ് ചെയ്യുന്നുള്ളത്. ഈ കണക്ടറിൻ്റെ പേര് ഞാൻ ഓൾറെഡി ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. പേര് നീളമുള്ളതുകൊണ്ടാണ് പറയാത്തത്. ഇതിൽ ഔട്ട്, അത് കണക്കിന് ഇതിൽ നമ്മൾ പ്രഷർ ഗേജ്, അത് കണക്കിന് ഇതിൽ പ്രഷർ ഗേജും അത് കണക്കിന് ഇതിൻ്റെ പ്രഷർ സ്വിച്ചൊക്കെ ഇതിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഹോളിലാണ് നമ്മൾ പ്രഷർ ഗേജ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പുറത്ത് കാണുന്ന മെയിലായിട്ടിരിക്കുന്നിടത്ത് നമ്മൾ പ്രഷർ സ്വിച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. ടോപ്പിലോട്ടുള്ള ലൈനിൽ പ്രഷർ ടാങ്ക്, സൈഡിലോട്ടുള്ള ലൈനിൽ നമ്മൾ ഔട്ട് ലൈനാണ് കാണുന്നത്. അതായത് പ്രഷർ കയറി മേലിപ്പോൾ ടാങ്ക് ബ്ലാഡർ, ആ ടാങ്കിൻ്റെ അകത്ത് ഒരു ട്യൂബാണ് ഇരിക്കുന്നത്, ആ ബ്ലാഡറാണ്. അത് ഫുള്ളായതിനു ശേഷം അപ്പം ആ പ്രഷറാണ് തിരിച്ച് നമുക്ക് ലൈനിലോട്ട് കിട്ടുന്നത്. ഞാൻ ഇപ്പോൾ അതിന് വൈറ്റായി പഠിച്ചതിന് ശേഷം നമ്മളുടെ അവിടെ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ടൈറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റായി പഠിച്ച് നമ്മൾ നല്ല രീതിക്ക് വെച്ച് ടൈറ്റ് ചെയ്യുക. കറക്റ്റ് ടൈറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ രണ്ടാമത് ഇളക്കുന്ന വെച്ച് ചടങ്ങായ കേസാണ്. ഞാനിപ്പോൾ അത് കറക്റ്റ് വെച്ച് നമ്മൾ എങ്ങനെയാണ് വേണ്ടത് അതേ രീതിക്ക് വെച്ച് ടൈറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് 1 ഇഞ്ച് to 3/4 ഇഞ്ച് റെഡ്യൂസറാണ്. അതായത് നമ്മൾ ഔട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ 3/4 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് to 3/4 ഇഞ്ച് നമ്മൾ റെഡ്യൂസർ ഇവിടെ ഔട്ട് കൊടുക്കാനായിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യണം. നിങ്ങൾ ഇവിടെ കാണാം. നല്ല രീതിയിൽ വൈറ്റായി പഠിച്ചതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക വെച്ചാൽ ഇതുവഴി പ്രഷറിലാണ് വെള്ളം റിട്ടേൺ വരുന്നത്, ഔട്ട് വരുന്നത്. അപ്പോൾ ആ ലീക്ക് വരാതിരിക്കാൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വൈറ്റായി പഠിച്ച് ടൈറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ അത് ഇവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്റ്റെല്ലാക്കി ഇട്ടിട്ടാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഗേജ് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. നിങ്ങൾ ഇവിടെ കാണാം പ്രഷർ ഗേജ്. ഈ പ്രഷർ ഗേജ് ഉണ്ടെങ്കിൽ ഇതിൽ എത്രയാണ് പ്രഷർ ഉള്ളതെന്നും ആ നമുക്ക് പ്രഷർ കയറ്റുണ്ടെങ്കിലും ആ ഗേജ് നോക്കിയിട്ടാണ് നമ്മൾ കയറ്റുന്നത്. അത് നമ്മളിവിടെ കറക്റ്റ് വൈറ്റായി പഠിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങളിവിടെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ വൈറ്റായി പഠിക്കുകയാണ്. ഈ വൈറ്റായി പഠിച്ച് കറക്റ്റ് നിങ്ങൾ എല്ലാ സാധനവും സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ പ്രഷർ ഗേജിയുടെ വൈറ്റായി പഠിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ പ്രഷർ സ്വിച്ചാണ്. ഇതപ്പോൾ ഗേജ് ഇതേ കണക്ക് നമുക്ക് എത്ര ഉണ്ടെന്നുള്ള വെള്ളം കയറണമെന്നുള്ള നമുക്കത് ഗേജ് നോക്കാൻ മനസ്സിലാവും പ്രഷർ ഉള്ളതെന്നുള്ള. അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രഷർ സ്വിച്ച് ഫിറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രഷർ സ്വിച്ച്. ഇതാണ് അതിൻ്റെ മെയിൻ തലച്ചോറ് കണക്ക്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് ചെയ്യുന്ന അതിൻ്റെ മെയിൻ തലച്ചോറ്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇതിൽ നമ്മളെ പമ്പിൻ്റെ ലൈനും അപ്പുറ സൈഡിൽ അതിൻ്റെ മെയിൻ ലൈനാണ് കണക്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള വീഡിയോ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ മേലൊരു കുരുപ്പണൊക്കെ ഇരിക്കുന്ന സാധനം, അത് താഴോട്ട് താഴുമ്പോൾ പമ്പ് വർക്കാവണം ചെയ്യുന്നത്, മേലോട്ട് പോകുമ്പോൾ പമ്പ് ഓഫാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇവിടെ കാണാൻ പറ്റും. അത് കണക്ക് തന്നെ നമുക്ക് ഇതാണ് നമ്മളെ പ്രഷർ സ്വിച്ച്. ഇത് കറക്റ്റ് വെച്ച് നമ്മൾ ഇതിലാണ് നമ്മളെ പമ്പ് കറക്റ്റ് ഓൺ ഓഫ് എല്ലാം കറക്റ്റ് ആവുന്നത്. ഇത് കറക്റ്റ് കൊടുത്തില്ലെന്ന് അതിൽ നിങ്ങൾക്ക് കാണാം. ഈ വലിയ സ്പ്രിങ് ഇട്ടേണ ലൈൻ പ്രഷർ കൂട്ടാനും ചെറിയ സ്പ്രിങ് ഇട്ടേണ ലൈൻ പ്രഷർ കുറയ്ക്കാനുള്ളത്. അത് കണ്ട ഈ നിങ്ങൾ ഞാൻ ഇപ്പോൾ കൈയിട്ട് താക്കണ ലൈൻ അപ്പോൾ അത് താരുമ്പോൾ പമ്പ് ഓണാവും, പൊങ്ങുമ്പോൾ പമ്പ് ഓഫാവുകയും ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ അതിൻ്റെ ഗ്യാജ് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആ കണക്ട് ചെയ്യുന്ന മുമ്പേ അതിലും നമ്മൾ നല്ല രീതിയിൽ വൈറ്റായി ചുറ്റണം. എന്ന് വെച്ചാൽ അവിടെയൊക്കെ നല്ല പ്രഷറിൽ പമ്പ് ഔട്ട് ലൈനാണ്. അപ്പോൾ വെള്ളം വരുമ്പോൾ അവിടെയൊക്കെ നല്ല പ്രഷറിൽ വെള്ളം വരുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ നല്ല രീതിക്ക് വൈറ്റ് ടേപ്പ് ചുറ്റിയതിന് ശേഷം മാത്രമേ അത് സെറ്റ് ചെയ്യാളൂ. അപ്പോൾ അവിടെ വൈറ്റ് ടേപ്പ് ചുറ്റുകയെന്ന് വെച്ചാൽ വൈറ്റ് ടേപ്പ് നമ്മളെ റോളിൽ ചുറ്റിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്കൂട്ടറിൽ ചുറ്റിയിട്ടാണ്. ഇപ്പോൾ വൈറ്റ് ടേപ്പ് സ്കൂട്ടറിൽ പക്ഷേ ചുറ്റി ആ സ്കൂട്ടറിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ അതിലും വൈറ്റ് ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ അതിൻ്റെ പ്രഷർ സ്വിച്ച് ഫിറ്റ് ചെയ്യണം. ഇതാണ് കറക്റ്റ് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലൊരു സ്പാനറാണ്. ആ സ്പാനർ എടുത്തതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ഫിറ്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 95% പമ്പ് എല്ലാം റെഡിയാക്കി ഇരിപ്പുണ്ട്. നമ്മളെല്ലാം റെഡിയാക്കി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തെ നോറിറ്റൈൻ വാൽവ്, അത് കഴിഞ്ഞ് പ്രഷർ പമ്പ്, അതിന് പ്രഷർ സ്വിച്ച് എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ലൈൻ കൊടുക്കണം. മെയിൻ ലൈൻ പമ്പിൻ്റെ മെയിൻ കൊടുക്കണം. ഇപ്പോൾ നമ്മളത് ഇവിടെ പമ്പിൻ്റെ മെയിൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ന്യൂട്രൽ ഫേസ്, അതിൻ്റെ താഴെ ഇതങ്ങ് കാണുന്നിടത്ത് ഇറത്ത്, അത് അതേ കണക്ക് കൊടുത്താൽ ഇങ്ങ് ഇവിടെ കാണാം. മേലെ കാണുന്ന ഫേസ്, താഴെ കാണുന്ന ന്യൂട്രൽ. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാലും വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് ചെറിയൊരു കോൺടാക്ട് സ്വിച്ചാണ്. ഇത് പമ്പ് ഓഫ് ആകുമ്പോൾ അതിൻ്റെ പവർ വരാണ് പോകാനുള്ള. ആ ന്യൂട്രൽ ഫേസ് തിരിഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. അതേ കണക്ക് തന്നെ ഇപ്പോഴും ഉണ്ട്. ഇപ്പുറ സൈഡിലുണ്ട്, ഇപ്പുറ സൈഡിൽ അതേ കണക്ക് ഫിറ്റ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ടാങ്ക് ഫിറ്റ് ചെയ്യാം. ഈ ടാങ്കിലാണ് കറക്റ്റ് ഇത് ഓഫ് ആവുന്നത്. അതിൻ്റെ അകത്ത് ഒരു റബ്ബർ ബ്ലാഡറാണ്. ആ ബ്ലാഡറിൻ്റെ അകത്ത് എയറാണ്. ഈ പ്രഷർ കയറുന്ന സമയത്ത് ആ ബ്ലാഡർ പെരുവിയിട്ടാണ് ഈ പമ്പ് ഓഫ് ആവുന്നത്. നമ്മൾ വെള്ളം തുറക്കുമ്പോൾ തിരിച്ചിറങ്ങുകയും ബ്ലാഡർ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും പ്രഷറിലാണ് ഇത് ഓഫ് ആവുന്നത്. ഇപ്പോൾ നമ്മളിതാ ഇവിടെ ബ്ലാഡറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ
കറക്റ്റ് നമ്മൾ പമ്പ് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടാങ്കി ഫിറ്റ് ചെയ്യാം. നിങ്ങളിവിടെ 3/4 ഇഞ്ച് പൈപ്പ് വന്നിരിക്കുന്നത് കാണാം. ഇത് ഔട്ട് ലൈനാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ച് അവിടെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിവിടെ കാണാൻ പറ്റും. നിങ്ങളെ 3/4 ലൈൻ ഞാൻ മെയിൻ ലൈനിലോട്ട് വെച്ച് ഫിറ്റ് ചെയ്യണം. ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഇതിൻ്റെ എയർ എടുക്കാം. ഞാൻ അവിടെ ഇത് തുറന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇപ്പുറത്തൂടെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ നമ്മളെ വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ഒരു ചെറിയൊരു പ്രഷറിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ എയർ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട് ലൈൻ കണക്ട് ചെയ്യാം. ഞാൻ അവിടെ ഔട്ട് ലൈൻ കണക്ട് ചെയ്യണം. ഈ 3/4 ഇഞ്ചാണ് നമ്മളെ ലൈനിലോട്ട്, അതായത് നമ്മുടെ ടാപ്പിലോട്ട് പോകുന്ന ലൈനാണ് ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താണ് നിങ്ങൾക്ക് കഴിഞ്ഞുള്ള ഫുള്ള് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്ലംബറില്ല സഹായമില്ല ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ എൻ്റെ ഔട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ലൈനാണ്. മെയിൻ ലൈൻ നമ്മളിതാ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് എങ്ങനെയാണ് കൊടുത്തേക്കണം അതേ കണക്ക് ബ്രൗൺ ബ്ലൂ എർത്തിങ് അതേ കണക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാൽവ് തുറന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പമ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്രഷർ കയറി നിൽക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ പമ്പ് ഓണായി, ഇപ്പോൾ പമ്പ് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെളിയിൽ ടാപ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വെള്ളം ടാപ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാം വെള്ളം നല്ല പ്രഷറിൽ വരണത്. ഇനി നമുക്കൊന്ന് ഇവിടെ കാണാം. ഇപ്പോൾ നല്ല പ്രഷറിലാണ് വെള്ളം വരണത്. 3/4 ഇഞ്ചിൻ്റെ 1 ഇഞ്ച് വിറ്റ് 3/4 ഇഞ്ചിൻ്റെ ഓസിലാണ് നമ്മളിപ്പം ആ ടാപ്പ് കണക്ട് ചെയ്തേക്കണം. നിങ്ങളിവിടെ കാണാൻ നല്ല രീതിയിലൊക്കെ വെള്ളം എത്ര പ്രഷറിലാണ് മേലോട്ട് പോകണമെന്ന് നിങ്ങളിവിടെ കാണാൻ പറ്റും. അത് കണക്ക് സൈഡിലൊക്കെ ഇപ്പോൾ ഇൻ്റർലോക്കിലൊക്കെ അടിക്കുമ്പോൾ എത്ര പ്രഷറിലാണ് അത് ക്ലീൻ ആവണമെന്നൊക്കെ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇൻ്റർലോക്കി അടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ അത്രയും പ്രഷറിലാണ് ഇപ്പം വെള്ളം വരുന്നത്. ഇപ്പോൾ നല്ല പ്രഷറായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പണിയൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലാറ്റിൽ, ഇപ്പോൾ ഗൾഫിലായാലും നാട്ടിലെ ഫ്ലാറ്റിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ നമ്മളെ പ്രഷർ പമ്പ് ഫിറ്റ് ചെയ്യുന്നത്. അതിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് തന്നെ കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ അവസാനമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് തന്നെ കാണുക. നിങ്ങൾ വലിയ നിർദ്ദേശം അറിയുക. അപ്പോൾ ഇതിൽ ഫ്ലോട്ട് സ്വിച്ച് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ കൊണ്ട്, അതായത് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ പമ്പ് വർക്കായിരിക്കും ഫ്ലോട്ട് സ്വിച്ച് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ടൈം ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.